ഈ ബോൺസൈ എങ്ങനെയുണ്ട്? നിങ്ങൾക്കും ഇതുപോലെ ഒരു ബോൺസൈ സ്വന്തമാക്കാൻ ആഗ്രഹമില്ലേ? എന്നാൽ ഇത് ഞാൻ എങ്ങനെ സെറ്റ് ചെയ്തെന്ന് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഹായ്, ഞാൻ അനുഗ്രഹ. കേരള ബോൺസൈയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുക്കിയൻ ടീ ട്രീയുടെ റീസ്റ്റൈലിങ്ങും റീപോട്ടിങ്ങുമാണ്. ഇതാണ് ഫുക്കിയൻ ടീ ട്രീ. ഇതിനെ നമ്മൾ വേറെ പേരിൽ പറയും ഫിലിപ്പൈൻ ടീ ട്രീ എന്ന്. ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീവ്സ് തന്നെയാണ്. ലീവ്സ് ഓൾറെഡി ഇത് കുഞ്ഞ് തന്നെയാണ്. ഇത് ബോൺസൈയും കൂടെ ആകുമ്പോൾ നാച്ചുറലി ഇത് കുഞ്ഞാകും, ചെറുതാകും. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ എപ്പോഴും ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കും. ഫ്രൂട്ട്സ് എപ്പോഴും കാണപ്പെടുന്ന ഒരു ട്രീ ആണ്. അതിലെ ഫ്രൂട്ട്സ് ആദ്യം ഗ്രീൻ ആയിരിക്കും, പിന്നെ അത് യെല്ലോ ആകും, യെല്ലോ മാറി പിന്നെ റെഡ് ആകും, പിന്നെ അതൊരു ഡാർക്ക് റെഡ് ആകും. അങ്ങനെ 4 കളറിൽ ഈ ഫ്രൂട്ട്സിന് ഈ ട്രീയിൽ നമുക്ക് കാണപ്പെടും. എൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇതൊരു ടീ ട്രീ എന്നൊന്നുമല്ല. ടീ ട്രീ ഒരു തേയില അങ്ങനത്തെ ഒരു ബന്ധമൊന്നുമില്ല. ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഫ്ലവറിങ് സ്പീഷീസിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇതൊരു ഷ്രബ് ഇനത്തിൽപ്പെട്ട പ്ലാന്റ് ആണ്. ഇന്ന് ഇതിൻ്റെ റീസ്റ്റൈലിങ് റീപോട്ടിങ്ങുമാണ് ചെയ്യുന്നത്. ഇതൊരു 5 വർഷം പ്രായമായ ഒരു ട്രീ ആണ്. ഇതിപ്പം വിത്തിട്ട് മുളപ്പിച്ച ഒരു ട്രീ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കമ്പിട്ട് വളർത്തിയെടുക്കാവുന്നതും ആണ്. ഈ കണ്ടെയ്നറിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 വർഷമായി. അതുകൊണ്ട് നമുക്കതിൻ്റെ റീപോർട്ടും ചെയ്യണം. കാരണം നോക്കുമ്പോൾ മനസ്സിലാകും താഴെ കൂടെ വേരുകളൊക്കെ ഇറങ്ങി ഇതിൻ്റെ അകത്ത് വേരുകളൊക്കെ ഡെൻസ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് റീസ്റ്റൈലിംഗ് ചെയ്തിട്ട് പിന്നെ റീപോർട്ടിങ് ചെയ്യണം. റീസ്റ്റൈലിംഗ് അതിൻ്റെ വയറിങ് എല്ലാം ചെയ്യണം. കാരണം നോക്കുമ്പോൾ തന്നെ അറിയാം വളഞ്ഞും പിന്നെ ആവശ്യമില്ലാത്ത കൊമ്പുകളൊക്കെ മുറിച്ച് കളയേണ്ടതാണ്. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ചുറ്റും കാണുന്ന ഈ കളകൾ മാറ്റണം. ആദ്യം നമുക്ക് ഇതിൻ്റെ ചുറ്റുമുള്ള കളകൾ മാറ്റണം. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാകും ബ്രാഞ്ചസ് ഒക്കെ നീണ്ട് നിൽക്കുകയാണ്. അപ്പം ഇത് നമുക്ക് ഷോർട്ടൻ ചെയ്ത് വിടണം, എന്നാലും ഒരു ട്രീയുടെ ഒരു ലുക്ക് കിട്ടത്തുള്ളൂ. നമുക്കിപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഇതിൻ്റെ റൂട്ട്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ നീണ്ടു നിൽക്കുന്ന ഈ ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്ത് വിടുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, മുകളിലോട്ട് പൊങ്ങിക്കണേ കട്ടി കുറച്ചുകൂടെ താഴ്ത്തത് ഒരു അല്പം താഴ്ത്ത്. മതി. അപ്പോഴേ നമ്മളെ ഈ റീസ്റ്റൈലിംഗ് കഴിഞ്ഞിട്ടുണ്ട്. വയറിംഗ് എല്ലാം ചെയ്ത് ഒരു ചെറുതായിട്ടൊരു വൃത്തിയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രൂട്ട്സ് എല്ലാം കണ്ടോ? ഫ്രൂട്ട്സൊക്കെ നമ്മൾ അതേപോലെ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമില്ലാത്ത കൊമ്പുകളൊക്കെ മാറ്റി ഒരുവിധം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ പോട്ടിൽ നിന്ന് പുറത്തെടുക്കണം. അതായത് റീപോട്ടിങ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ റീപോട്ടിംഗ് ആണ്. റീപോട്ടിങ് ചെയ്ത് മണ്ണൊക്കെ മാറ്റി അതിൻ്റെ വേരൊക്കെ ഒന്ന് ഷേപ്പാക്കിയിട്ട് നമുക്കെടുത്ത് വരാം. അപ്പം നമുക്ക് ചട്ടി തിരിഞ്ഞ് കിടക്കാം. അവിടെ നമുക്ക് കണ്ടോ, വേരെല്ലാം കണ്ടോ വളർന്നു നിൽക്കുന്ന ഡെൻസായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ വിത്താണ് ഈ കാണുന്നത്.
വിത്തിൽ നിന്ന് മുളച്ച് വന്ന് ചെറിയ ചെറിയ ട്രീകൾ. നമുക്കിനി ഇതിനെ മണ്ണ് മാറ്റി വേരിനൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുത്ത്, പിന്നെ ഇത് ചരിഞ്ഞല്ലേ നിൽക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഒരു ചരിവാണ്. ഇതിന് ഈ ചരിവ് നിവർത്തിയൊക്കെ എടുക്കണം, നേരെയാക്കി നിർത്തണം. അതാണ് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ്. സോ നമ്മൾ എന്താ വേരുകളൊക്കെ മണ്ണൊക്കെ പുറത്തെടുത്തു. വേരുകളുടെ ആ സ്ട്രക്ചർ കാണാൻ പറ്റുന്നതാണ്. താഴോട്ടുള്ള വേരുകളും പിന്നെ നീണ്ടു നിന്ന വേരുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി അടുത്ത് നമ്മൾ പോട്ടിൽ മണ്ണിട്ട് ഒരു ഹൈറ്റിൽ, നമുക്ക് എത്ര ഹൈറ്റ് വേണോ അതിൽ വച്ച് പ്ലാന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ മണ്ണിട്ടു. ഇനി അടുത്ത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ, ഇതാണ് നമ്മുടെ ഫ്രണ്ടായിട്ട് വച്ചേക്കുന്നത്. ഇനി ഇത് പൊസിഷൻ കറക്റ്റ് ആക്കണം. അതായത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ മണ്ണ് മാറ്റണം. പിന്നെ കറക്റ്റ് പൊസിഷൻ ആവാൻ വേണ്ടി മണ്ണ് മാറ്റും, മണ്ണ് ആഡ് ചെയ്തു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ സൈഡിലുള്ള വേരുകളൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ച് ഒരു പൊസിഷൻ ആക്കിയതിന് ശേഷം അതിന് ചുറ്റും മണ്ണിട്ട് നമുക്ക് റീപോട്ടിങ് ചെയ്യാം. ഓക്കെ, നമ്മുടെ റീപോട്ടിങ് ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശമല്ല, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിന് മോസ് ഫില്ല് ചെയ്യണം. അതെന്ന് പറയുമ്പോൾ ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ളൊരു എസ്തെറ്റിക് അപ്പിയറൻസിനുള്ളതും പിന്നെ എന്തോ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യാനൊക്കെയാണ് മോസ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് മോസ് വെച്ചിട്ട് കാണാം. സോ നമ്മൾ മോസൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എന്താ, ഈ മോസ് നമ്മൾ വയ്ക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് വേണം വയ്ക്കാൻ. നല്ല പ്രസ് കൊടുക്കണം. കാരണം മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വേണം ഇത് സെറ്റാക്കാൻ. കാരണം വേറൊരു ഗ്യാപ്പും മണ്ണും മോസും തമ്മിൽ ഒരു ഗ്യാപ്പും വരാൻ പാടില്ല. ഇതെന്ന് പറയുന്നത് സാധാ നമ്മുടെ താഴെ ഉണ്ടാകുന്ന മോസാണ്. അത് നമ്മളിങ്ങനെ പാളികളായിട്ട് ഇളക്കിയെടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഈ സെയിം ഫങ്ഷൻ പുൽത്തകിടിയിൽ നമ്മൾ പുല്ല് വയ്ക്കുന്നത് പോലെയാണ് ഇവിടെ നമ്മൾ ബോൺസൈയുടെ കൂടെ മോസ് ഫിക്സ് ചെയ്യുന്നത്. അത് നമ്മൾ അമർത്തും തോറും അത് സോയിലിൻ്റെ കൂടെ ചേർന്ന് റൂട്ട് തനിയെ താഴോട്ട് വളരും. ഇനി എപ്പോഴും എടുക്കുമ്പോൾ ഡ്രൈ മോസ് വേണം എടുക്കാൻ. വെറ്റ് മോസിനേക്കാളും ഡ്രൈ മോസാണ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നിൽക്കുന്നതും. പിന്നെ വാട്ടർ നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കണം. കണ്ടോ, കളർ ചേഞ്ച് ചെയ്യുന്നത് കണ്ടോ? കാരണം ഡ്രൈ മോസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് വെറ്റ് ആകുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ചും അത് കുറച്ചും കൂടെ ഡെൻസ് ആകുകയും ചെയ്യും. സോയിലിനോട് അത് പറ്റിപ്പിടിച്ച് ചേരുകയും ചെയ്യും.
അപ്പോൾ നമ്മുടെ ഫുക്കിയൻ ടീ ട്രീയുടെ റിപ്പോർട്ടിംഗ് റീസ്റ്റൈലിംഗ് എല്ലാം സെറ്റാക്കിയേക്കാണ്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കരുത്, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും ഡൗട്ട് ക്ലിയറൻസ് എല്ലാം നൽകുന്നതായിരിക്കും. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ചാനൽ എന്ന് പറയുന്നത് ബോൺസായെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർക്കാൻ പറ്റുന്ന ഒരു ചാനൽ തന്നെയാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.